എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജയിലിൽ കഴിയുന്ന PFI STPI ഭീകരവാദികളായ CA റൌഫിൻ്റെയും MK ഫൈസിയുടെയും പേരിലുള്ള കോടികൾ വിലമതിക്കുന്ന സ്വത്തുകൾ സർക്കാർ കണ്ടുകെട്ടാൻ പോകുന്നു. എങ്ങനെയാണെന്നല്ലേ വിശദമായി ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസമാണ് ഒരു ഹൈക്കോടതി വിധി വരുന്നത്. അതായത് 2022 നടന്ന ഒരു മിന്നൽ ഹർത്താൽ, അതിന് ഓർഗനൈസ് ചെയ്തത് ഈ PFI STPI ഭീകരവാദികളായിരുന്നു. സാധാരണ ഹർത്താൽ നടത്തുമ്പോൾ സർക്കാരിന് 48 മണിക്കൂർ മുന്നേ സർക്കാരിന് നോട്ടീസ് കൊടുക്കണം. ഞങ്ങൾ ഹർത്താൽ നടത്താൻ പോവുകയാണ്, ഇത്തരത്തിലുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നേരത്തെ മുൻകൂട്ടി സർക്കാരിനെ അറിയിക്കണം. പക്ഷേ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ ഒരു സുപ്രഭാതത്തിൽ എന്താ പറയേണ്ടത്, ഈ PFI STPI ഭീകരവാദികൾ ഇവിടെ ഹർത്താൽ നടത്തുന്നു. അത് വാട്സാപ്പ് വഴി. ഏകദേശം PFIയുടെ 5000 വാട്സാപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് അവർ തലേന്ന് എല്ലാവിധ കോപ്പുകളും കൂട്ടി എന്തൊക്കെ ആക്രമണം നടത്തണം, ഏതൊക്കെ കടകൾ ആക്രമിക്കണം എന്നുള്ള കാര്യങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച് ഇവർ വാട്സാപ്പിൽ ഇവരുടെ പ്രചരണം നടത്തി. എന്നിട്ട് ഒരു ഹർത്താലങ്ങ് പ്രഖ്യാപിച്ചു. ആ ഹർത്താലിൻ്റെ മറവിൽ ഇവർ വ്യാപകമായ ആക്രമണം അഴിച്ചു വിട്ടു. പ്രത്യേകിച്ച് ഹിന്ദു സ്ഥാപനങ്ങൾ തിരഞ്ഞു പിടിച്ച് ഇവർ ആക്രമിച്ചു. അപ്പോൾ ഇതിന് സോഷ്യൽ മീഡിയയ്ക്ക് എന്താണ് പറയുന്നതോ, ഒന്നാം ബേക്കറി ലഹള. ആ സമയത്ത് ഈ ഹിന്ദുക്കൾ നടത്തുന്ന ബേക്കറിയിൽ കയറി ഇവന്മാരെ അടിച്ച് തകർത്ത് ആ സമയത്ത് ഈ മുട്ട പപ്സ് എടുത്ത് കഴിക്കുന്ന വീഡിയോ ഒക്കെ CCTV ഫുട്ടേജ് പിന്നീട് പുറത്തു വന്നിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് എന്താ പറയുക ഒന്നാം ബേക്കറി ലഹള എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം വേറെ ഇതേ PFIയുടെ എന്തോ ഹർത്താലിന് ആ സമയത്ത് വീണ്ടും ബേക്കറി ലഹള എന്ന് പറയുന്നുണ്ടായിരുന്നു. ബേക്കറി കൊള്ളയടിക്കുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതിന് രണ്ടാം ബേക്കറി ലഹള എന്നും പറയുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ ലഹളയിൽ അന്നുണ്ടായ മിന്നൽ ഹർത്താൽ ഉണ്ടാക്കിയ നാശനഷ്ടത്തിൻ്റെ പേരിൽ ഏകദേശം 3,97,94,000 രൂപ കോടതി പിഴ വിധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പിഴ ഇതിന് കാരണക്കാരായ ഈ ഹർത്താൽ നടത്തിയ സുഡാപ്പികളുടെ പേരിലുള്ള സ്വത്തുവകകൾ കണ്ടുകെട്ടിയിട്ട് അത് നികത്തണം, കോടതിയിൽ ഫൈനായിട്ട് അടക്കണം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. വളരെ നല്ല തീരുമാനം. എന്താ പറയുക, ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ശ്രദ്ധിച്ചായിരുന്നു, വീഡിയോ ഫുട്ടേജ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോഴും യൂട്യൂബിലൊക്കെ പല വീഡിയോകളും ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതായത് ഹർത്താൽ പ്രഖ്യാപിക്കുന്നു, ഇവർ ഹിന്ദു സ്ഥാപനങ്ങൾ തെരഞ്ഞു പിടിച്ചാക്രമിക്കുന്നു. ആ ഒരു വലിയ റോയിൽ ഒരുപാട് കടകളുണ്ട് കേട്ടോ. അത്രയും കടകളുള്ള സ്ഥലത്ത് നിന്ന് 2-3 കടകൾ മാത്രം ഇവർ ആക്രമിക്കുന്നു. അത് ഒരു ഹൈന്ദവൻ്റെ കടയായിരുന്നു. അപ്പോൾ ആ ബേക്കറിയിൽ നിന്ന് പറഞ്ഞാൽ അടിച്ച് തകർത്ത് അവിടെ നിന്ന് മുട്ടപ്പപ്സൊക്കെ എടുത്ത് കഴിക്കുന്ന വീഡിയോ ഭയങ്കര വൈറലായിരുന്നു. അപ്പോൾ ഇത്ര സമാനമായ ഒരു സംഭവം ഞങ്ങൾ ഈ അടുത്ത കാലത്ത് കണ്ടിരുന്നു. എവിടെയാണെന്ന് അറിയോ? ബംഗ്ലാദേശിൽ അവിടുത്തെ സുഡാപ്പികൾ എന്താ പറയുക, നേരെ ഷേഖ് ഹസീനയുടെ വീട്ടിലൂടെ ഇടിച്ചു കയറുന്നു. അവിടെ ആ വീട് കൊള്ളയടിക്കുന്നു മാത്രമല്ല അവിടെയുള്ള എല്ലാ സാധനങ്ങളും എടുത്തിട്ട് പോകണം. ആ വീഡിയോ ഇത് ഫോട്ടോസൊക്കെ ഇപ്പോഴും യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ നോക്കിയാൽ കഴിഞ്ഞാൽ മനസ്സിലാവും. ഒത്തിരി വീഡിയോകൾ ഷേഖ് ഹസീനയുടെ ബ്രാ, പാൻറ് ഇതൊക്കെ എടുത്തിട്ട് എന്താ പറയുക, ഇതൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചിരിക്കുന്ന ഫോട്ടോ പോസ്റ്റ് ചെയ്ത സുഡാപ്പുകൾ ഇപ്പോഴും നെറ്റിൽ കിടക്കുന്നുണ്ട്, ആ പിക്ചറൊക്കെ. അപ്പോൾ അതേമാതിരി ഇത് അടുത്ത കാലത്ത് 2 ദിവസം മുന്നേ തന്നെ ഈ ബംഗ്ലാദേശിൽ കുറേ കലാപകാരികൾ കുറേ ഈ KFC മറ്റേ എന്താ പറയുക KFC അങ്ങനെയുള്ള ഇതുണ്ടല്ലോ, അങ്ങനത്തെ ഔട്ട്ലെറ്റുകളൊക്കെ കൊള്ളയടിച്ച് അവിടുന്ന് സാധനങ്ങളൊക്കെ കടത്തിക്കൊണ്ടുപോയി. ഒരുപാട് ചിക്കൻ, അത് ഇത് KFC, പിന്നെ എന്താ പറയണ്ടത് മാക്ഡൊണാൾഡ്, അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ കയറി കൊള്ളയടിച്ചു കഴിഞ്ഞ ദിവസം, ഈ 2 ദിവസം മുന്നേ. അപ്പോൾ അവിടുന്ന് ഇത്തരത്തിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇതെല്ലാം എടുത്ത് അവന്മാരെ അടിച്ച് കൊണ്ടുപോയി. ഇത് ഇവന്മാരുടെ സ്ഥിരം കലാപരിപാടിയാണ്. അപ്പോൾ ഈ ആഗോള തീവ്രവാദികൾക്ക്, ഈ തീവ്രവാദികൾക്കൊക്കെ ഉണ്ടല്ലോ, എല്ലാ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ സമാന സ്വഭാവം തന്നെയാണ്. ഇവിടെ ഇപ്പോൾ ലണ്ടനിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും കടകൾ കൊള്ളയടിച്ചിട്ട് അവിടുത്തെ എല്ലാ സാധനങ്ങളും എന്താണെന്ന് വിചാരിച്ചാൽ അതൊക്കെ എടുത്തുകൊണ്ട് പോകും. ഇതൊക്കെ ഇവന്മാരുടെ സമാന സ്വഭാവമാണ്. ഈ തീവ്രവാദികൾക്കൊക്കെ ഉണ്ടല്ലോ, എല്ലാവർക്കും ഒരേ സ്വഭാവമാണ്. ലോകത്തിലെ എല്ലാ ഇസ്ലാമിക ജിഹാദികൾക്കും ഒരേ സ്വഭാവം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈ കേരളത്തിൽ അഴിഞ്ഞാടിയ സുഡാപ്പികൾക്ക് എന്താ പറയേണ്ടത് ഒരു തലക്കെട്ട് അടി തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് എന്താ പറയുക ഈ പോപ്പുലർ ഫണ്ടൊക്കെ നിരോധിച്ചത്. ഇത് 2022 സെപ്റ്റംബറിലാണ് പോപ്പുലർ ഫണ്ട് നിരോധിക്കുന്നത്. അപ്പോൾ അതിന് തൊട്ടടുത്താണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വാട്സാപ്പ് ഗ്രൂപ്പുകൾ ഉപയോഗിച്ച് വളരെ ഗുരുതരമായ തെറ്റാണ്. ശരിക്കും സർക്കാരിന് അറിയിക്കണം, പോലീസിനെ വിന്യസിപ്പിക്കണം, സർക്കാരിന് മുൻകരുതലെടുക്കണം. എന്തെങ്കിലും കലാപോ ആക്രമണമൊക്കെ ഉണ്ടായത് തടയാനുള്ള മുൻകരുതലെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നോട്ടീസ് കൊടുക്കേണ്ടത്. അറ്റ്ലീസ്റ്റ് 24 hours മുന്നേ എങ്കിലും കൊടുക്കണമെന്നാണിത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ എന്താ പറയേണ്ടത്, ഈ ഏകദേശം 5000 വാട്സാപ്പ് ഗ്രൂപ്പ് ഉപയോഗിച്ചിട്ട് ഇവിടെ കലാപം ഉണ്ടാക്കി. അപ്പോൾ കോടതി വടിയെടുത്തു, എന്തിനാലും കൊടുത്തേ പറ്റൂ എന്നാണ്. ഈ 3 കോടി 4 കോടിക്കടുത്ത് രൂപ ഇവന്മാരുടെ പ്രോപ്പർട്ടീസൊക്കെ വിട്ടിട്ട് എന്തായാലും കൊടുക്കണം. അപ്പോൾ ഇത് ഓർഗനൈസ് ചെയ്ത ഇവിടുത്തെ STPI PFIക്കാരാണ്. അപ്പോൾ ജയിലിലുള്ള CA റൌഫിൻ്റെയും എന്താ പറയേണ്ടത് MK ഫൈസിയുടെയൊക്കെ പേരിലുള്ള കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കളുണ്ട് കേരളത്തിൽ, തൃശ്ശൂരും മറ്റേ എന്താ പറയുക ഷൊർണൂരൊക്കെ ആയിട്ട്. അപ്പോൾ ഇവന്മാരുടെ വീടും പറമ്പൊക്കെ വിട്ടിട്ട് ഇത് നികത്തണം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം. എന്തായാലും പിണറായി വിജയൻ എന്തായാലും സുഡാപ്പികൾക്കെതിരെ ആക്ഷൻ എടുക്കുന്ന ഒരു പ്രതീക്ഷയും വേണ്ട. പക്ഷേ എന്തായാലും അത് കഴിഞ്ഞാൽ മുകളിലും കോടതികളുണ്ടല്ലോ, സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ അവരും ഇത് തന്നെയാണ് പറയുക. പക്ഷേ കോടതി നല്ലൊരു പരാമർശം നടത്തി കേട്ടോ. അതായത് മറ്റ് സംസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള കലാപകാരികളെ, ആക്രമണകാരികളെ ഇതേ രീതിയിൽ നേരിടുന്നുണ്ട്. പക്ഷേ അവിടെ കോടതിയുടെ സൂപ്പർവിഷൻ ഇല്ലാതെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഹൈക്കോടതി ലക്ഷ്യം വെച്ചതെന്ന് വെച്ചാൽ ചിലപ്പം ഉദ്ദേശിച്ചത് ഉത്തർപ്രദേശിനായിരിക്കാം. ഉത്തർപ്രദേശിൽ സമാനമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ യോഗി എന്താ ചെയ്യുക, യോഗി എന്താ പറയുക, ഇവരുടെ സ്വത്തുവകകളൊക്കെ ലേലത്തിന് വെച്ച് സർക്കാരിലേക്ക് കണ്ടുകെട്ടിയും അവിടെ നാശനഷ്ടം, സർക്കാരിനുണ്ടായ നാശനഷ്ടം അല്ലെങ്കിൽ വേറെ സ്വകാര്യ വ്യക്തിക്ക് ഉണ്ടായിട്ടെങ്കിൽ അത് നികത്തും.
അത് കോടതിയുടെ സൂപ്പർവിഷൻ ഇല്ലാതെ തന്നെ ഒരു സർക്കാർ എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ കോടതി ചോദിക്കുകയാണ് എന്തുകൊണ്ട് ഇവിടുത്തെ സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നില്ല തരത്തിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതായത് ഇത്തരത്തിലുള്ള കലാപകാരികളെ, ഇത്തരത്തിൽ ഇസ്ലാമിക ജിഹാദികളെ ഇങ്ങനെ അടിച്ചൊതുക്കിയില്ലെങ്കിൽ, ഇത്തരത്തിൽ ശക്തമായ നടപടി നടത്തിയില്ലെങ്കിൽ, എന്താ പറയുക, യോഗി നടത്തുന്ന മാതിരിയുള്ള നടപടികൾ കൈക്കൊണ്ടില്ലെങ്കിൽ ഭാവിയിൽ ഇതൊരു പലസ്തീനോ സിറിയോ അഫ്ഗാനിസ്ഥാനോ ആയി മാറും ഇവിടുത്തെ രാജ്യം. ഒരു സംശയമില്ല. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, മറ്റേ വഖഫ് ബില്ലിനെതിരെ ഇവിടെ എയർപോർട്ടിൻ്റെ സൈഡിലായിട്ട് സമരം നടത്തി കുറേ ഇസ്ലാമിക് ജിഹാദികൾ. അതീവ സുരക്ഷാ മേഖലയിൽ എങ്ങനെ സമരം നടത്തി? അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സമരം പ്രക്ഷോഭമൊക്കെ നടത്തുമ്പോൾ സർക്കാരിനെ അറിയിക്കണ്ടേ? അതായത് ഭയങ്കരമായിട്ട് സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണ് എയർപോർട്ടിൽ നിന്നൊക്കെ പറഞ്ഞത്. ഇവൻ നാളെ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടായി ഇവർ എയർപോർട്ടിലോട്ട് സമരം ചെയ്യില്ല, എയർപോർട്ടിൽ അതിക്രമിച്ച് കയറില്ലേ? അപ്പോൾ അത്രത്തോളം കാര്യങ്ങൾ കൈവിട്ട് പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇവരൊക്കെ നേരിടേണ്ടത് അതിശക്തമായ രീതിയിൽ തന്നെ. ഉത്തർപ്രദേശിൽ യോഗി ചെയ്യുന്ന ആ യോഗി മോഡൽ തന്നെയാണ് എല്ലാ സ്ഥലത്തും ഈ ഇസ്ലാമിക ജിഹാദികളെ അടിച്ചൊതുക്കാൻ വേണ്ടി ഏതൊരു സർക്കാരും കൈക്കൊള്ളേണ്ടത്. എന്നാൽ മാത്രം ഇവന്മാരുടെ കഴപ്പങ്ങ് തീരും, അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പം ഈ ഉത്തർപ്രദേശിൽ തന്നെ എന്താ പറയേണ്ടത്, എല്ലാം നേരെയാക്കിയത്, എല്ലാം ശരിയാക്കിയത് യോഗി അത്ര കടുത്ത നടപടി എടുത്തതുകൊണ്ടാണ്. പല സ്ഥലത്തും ഇവന്മാർ അല്ലെങ്കിൽ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാനെ. ഇപ്പം വഖഫിൻ്റെ പേരിൽ തന്നെ എന്തൊക്കെ ഈ കുംഭമേളയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി, കുംഭമേള തടയാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമ്പറുകൾ അവന്മാർ ഇറക്കി നോക്കി. പക്ഷേ യോഗി ആയതുകൊണ്ട് എല്ലാത്തിനും നേരിട്ടു. ഇപ്പോൾ കുംഭമേള നടക്കുന്ന സ്ഥലം തന്നെ എന്താ പറയുക, അത് വഖഫിൻ്റേതാണെന്നൊക്കെ പറഞ്ഞു, ഇവിടെ നടത്തരുത് എന്നൊക്കെ പറഞ്ഞില്ലേ. യോഗി അവിടെ എന്തുകൊണ്ടാണ് എന്താ പറയുക, ഹിന്ദുക്കൾ അല്ലാത്ത ഒരാൾക്കും അവിടെ ഔട്ട്ലെറ്റ് പോലും കൊടുത്തില്ല. അതിന് ചുരുക്കാണ്. ഏകദേശം 5 ലക്ഷം കോടിയാണ് കുംഭമേളയിൽ ഒഴുകിയത്. അപ്പോൾ എല്ലാം പോയത് എന്താ പറയുക, അതിൻ്റെ കിട്ടാത്ത ചുരുക്ക് ഇപ്പോഴും യോഗിയുടെ നന്നായിട്ടുണ്ട്. ഇപ്പം വഖഫ് ബില്ല് പാസ്സായില്ലേ, വഖഫ് ബില്ല് പാസ്സായതിനു ശേഷം യോഗി കടുത്ത നടപടി തുടരുകയാണ്. അതായത് ഈ കോൺഫ്ലിക്റ്റിലെ ഭൂമിയൊക്കെ എന്താ പറയുക, സർക്കാർ ഭൂമിയിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതൊക്കെ പിടിച്ചെടുക്കാനുള്ള, വഖഫിൻ്റെ പക്കൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള നടപടി യോഗി തുടങ്ങിക്കഴിഞ്ഞു. പുതിയ നിയമം അങ്ങനെയാണല്ലോ, എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിലും സർക്കാർ ഭൂമിയാണെങ്കിലും സ്വകാര്യ വ്യക്തിയുടെ ആണെങ്കിലും അത് പെട്ടെന്ന് പിടിച്ചെടുക്കാനുള്ള, കോർട്ടിൽ പോയിട്ട് തീർപ്പുണ്ടാക്കാനുള്ള ഇതിപ്പോഴും നിയമമാണ്. അപ്പോൾ യോഗി നടപടി തുടങ്ങിക്കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ലാൻഡ് ഓൺ ചെയ്യുന്നത് ഈ ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യൻ ആർമി കഴിഞ്ഞാൽ വഖഫാണ്. അപ്പോൾ ഇന്ത്യയിലെ വഖഫിൻ്റെ പേരിൽ തന്നെ ഏറ്റവും കൂടുതൽ ഭൂമിയുള്ളത് UP-യിലാണ്. അപ്പോൾ അത് യോഗി ഒന്നൊന്നായി പിടിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. നട്ടലുള്ള ഭരണാധികാരികൾ അവിടെ ഉണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, ഇതെല്ലാം ഇതിനൊരു പ്രശ്നമില്ല. അവിടെ സർക്കാരിന് കോടതിക്കൊന്നും അധികം ഇടപെടേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് ഈ വിഷയത്തിലും ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നട്ടലുള്ള ഭരണാധികാരി ഇവിടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നേരത്തെ എന്താ പറയേണ്ട, ഇത്തരത്തിലെ കാര്യങ്ങൾ ഉണ്ടാവില്ല. അതായത് ഒരു ഹർത്താൽ പോലും ഉണ്ടാവില്ല. ഇവിടുത്തെ ഇൻ്റലിജൻസിൻ്റെ നോക്കൂത്തിയാണോ? ഇവിടെ ഞാൻ പറയട്ടെ, ഇവിടുത്തെ സുരക്ഷാ ഏജൻസികൾ ഇത്തരത്തിലെ കാര്യങ്ങൾ വിജിലൻ്റായിട്ട് ഇരിക്കണ്ടേ? അതായത് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രശ്നം വരുമ്പോൾ ഇങ്ങനെ ഹർത്താൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇൻ കേസ് PFIയും STP ഒക്കെ നോട്ടീസ് കൊടുത്തില്ല എന്ന് വിചാരിച്ചോ, അതിരിക്കട്ടെ. പക്ഷേ ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളില്ലേ ഇവിടെ? ഇൻ്റലിജൻസ് ഒക്കെ എന്തിനാണ്? വെറുതെ എന്താ പറയുക, ശമ്പളം വാങ്ങിയിരിക്കാനാണോ? അപ്പോൾ ഇവിടെ എന്താ പറയുക, പോലീസിനും ഇവിടുത്തെ ഇൻ്റലിജൻസിലൊക്കെ ഈ പച്ച വെളിച്ചം നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അവരൊക്കെ അതിനെ കണ്ടില്ല എന്ന് നടിക്കുന്നതായിരിക്കാം. എന്താ പറയുക, പല റിട്ടയർഡ് ഉദ്യോഗസ്ഥരും, ഇപ്പം നമ്മുടെ മുൻ DGP ലോക്നാഥ് ബെഹ്റ, അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ടില്ലേ, കേരളത്തിൽ ശരിക്കും IS-ൻ്റെ സ്ലീപ്പർ സെൽ ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ ആരും മറന്നില്ല. ഈ അടുത്ത കാലത്ത് പറഞ്ഞാണ്, ലോക്നാഥ് ബെഹ്റ പറഞ്ഞാണ്, മുൻ DGP. അപ്പോൾ അദ്ദേഹത്തിനൊക്കെ വ്യക്തമായ ധാരണയുണ്ട് ഇവിടെയൊക്കെ എന്താ നടക്കുന്നതെന്നില്ലേ. പക്ഷേ ഈ രാഷ്ട്രീയ പൊളിറ്റിക്കൽ പ്രഷർ കാരണം അധികം പറയാൻ പറ്റാതെ, അത് പുറത്തു പറയാൻ പാടില്ല എന്ന് പ്രഷറൈസ് ചെയ്തിട്ട് അതിനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ അതൊക്കെ എത്തേണ്ടടുത്ത്, അത്തരം കാര്യങ്ങളൊക്കെ എത്തേണ്ട കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അവർ പക്കലുണ്ട്. ഇപ്പോൾ PFI നിരോധന സമയത്ത് തന്നെ പല എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇത് അറിയാതെ കേരളം പറയാൻ, എന്താണ് ഇവിടുത്തെ മാധ്യമങ്ങളൊന്നും പറയാൻ മേടിച്ച പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞില്ലേ. ഇവിടുത്തെ മാധ്യമങ്ങളുടെ നിലപാടുകളൊക്കെ കണ്ടില്ലേ. അതായത് PFIയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യില്ല, അത് BJPക്ക് അനുകൂലമാകും, BJP ഇവിടെ വളരും. അതുകൊണ്ട് എന്താ പറയുക, ഇത്തരത്തിലെ കാര്യങ്ങൾ നടപ്പിലാക്കില്ല എന്ന ഒരു മാധ്യമ സ്ഥാപനമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. പിണറായി വിജയൻ ഇവന്മാരുടെ സ്വത്തുവകകളൊക്കെ കണ്ടിട്ടിട്ട് ഈ നഷ്ടപരിഹാരം നികത്തുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.